സത്യം എപ്പോഴും കയ്പുള്ളതാണെന്ന് അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചു. പക്ഷേ ആ സത്യം ഇത്ര വേഗത്തിൽ ഒരു മരണവാർത്തയായി നമുക്ക് മുന്നിലെത്തുമെന്ന് ആരും തന്നെ കരുതിയില്ല. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ശ്രീനിവാസൻ വിടവാങ്ങിയത് ഇന്നലെ എന്നോണം നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. ഇന്ന് എറണാകുളം കണ്ടനാട്ടെ ആ മനോഹരമായ വീട് നിശബ്ദമാണ്. പ്രകൃതിയോട് ചേർന്ന് നിൽക്കാൻ അദ്ദേഹം പണി കഴിപ്പിച്ച ആ കൊട്ടാരത്തിൽ ഇന്ന് വിമല ടീച്ചർ തനിച്ചാണ്. മക്കൾ വിനീതും ധ്യാനും സിനിമയുടെ തിരക്കുകളിലേക്ക് മടങ്ങിയെങ്കിലും ആ വീട്ടിലെ ഓരോ മരവും മണ്ണും മരനൽ തരിയും ഇന്നും ആ വലിയ മനുഷ്യൻ്റെ ഗന്ധം തിരയുകയാണ്. എല്ലാവരും ചോദിക്കുന്നു, പ്രകൃതി ചികിത്സയും ജൈവകൃഷിയും തലയ്ക്ക് പിടിച്ച ആ മനുഷ്യൻ എന്തുകൊണ്ടാണ് 70 വയസ്സ് പോലും തികയ്ക്കാതെ മരണത്തിന് കീഴടങ്ങിയതെന്ന്. ഇതിനു പിന്നിലൊരു കറുത്ത പുകയുണ്ട്. അതെ, പുകവലിയോടുള്ള അദ്ദേഹത്തിൻ്റെ അഡിക്ഷൻ. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ തൻ്റെ തൂലിക ചലിക്കാൻ അദ്ദേഹം കൂട്ടുപിടിച്ചത് ആ സിഗരറ്റ് പുകയെയായിരുന്നു. ഓരോ സ്ക്രിപ്റ്റും പിറന്നത് ആയിരക്കണക്കിന് പുകച്ചുരുളുകൾക്കിടയിൽ ഇരുന്നായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കൾ ഇന്നും ഓർക്കുന്നു. ഒരു ഘട്ടത്തിൽ തൻ്റെ ശ്വാസകോശവും ഹൃദയവും തകരാറിലായപ്പോൾ അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ എന്നെപ്പോലെ ആകരുത്, ആ പുക നിങ്ങളെ കൊല്ലും. പക്ഷേ അപ്പോഴേക്കും കാലം അദ്ദേഹത്തിൻ്റെ ആയുസ്സിൽ നിന്നും പകുതിയോളം കവർന്നെടുത്തിരുന്നു. സിനിമയിലെ സൂപ്പർ താരങ്ങളെ ട്രോളാൻ ആരെങ്കിലും ധൈര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ശ്രീനി മാത്രമാണ്. മോഹൻലാലിനെയും മമ്മൂട്ടിയെയും വരെ അദ്ദേഹം തൻ്റെ സിനിമകളിൽ വെറുതെ വിട്ടില്ല. പക്ഷേ അവരാരും തന്നെ അദ്ദേഹത്തെ വെറുത്തില്ല. എന്തുകൊണ്ടാണത്? അവിടെയാണ് ശ്രീനിവാസൻ എന്ന മനുഷ്യൻ്റെ മാജിക്. ഒരിക്കൽ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ തൊട്ടടുത്തിരുന്ന ആൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ, ഞാൻ യേശുദാസാണ്, സിനിമയിൽ പാട്ടൊക്കെ പാടി ജീവിക്കുന്നു എന്ന് നർമ്മം കലർത്തി പറയാൻ കാണിച്ച ആ ആത്മവിശ്വാസം. സ്വയം പരിഹസിച്ചും ലോകത്തെ പരിഹസിച്ചും അദ്ദേഹം ജീവിച്ചു. മരണത്തിന് തൊട്ടു മുൻപുള്ള ആ നിമിഷം, ഡയാലിസിസിനായി ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയിൽ ആ ശ്വാസം നിലച്ചപ്പോൾ കേരളം വിറങ്ങലിച്ചുപോയി. മമ്മൂട്ടി ഓടിയെത്തി, മോഹൻലാൽ വിതുമ്പി. തമിഴ് താരം സൂര്യ പോലും കൊച്ചിയിലെത്തി ആ ഭൗതിക ദേഹത്തിന് മുന്നിൽ, ആ പ്രതിഭയ്ക്ക് മുന്നിൽ തലകുനിച്ചു. പക്ഷേ നമ്മൾ കാണാത്ത ഒരു കാഴ്ചയുണ്ടായിരുന്നു. അച്ഛൻ്റെ മൃതദേഹത്തിനരികിൽ തകർന്നു പോയ ധ്യാൻ ശ്രീനിവാസൻ്റെയും വിനീതിൻ്റെയും ആ നിശബ്ദമായ കരച്ചിൽ. ആ കണ്ണീരിൽ ഒരു കാലഘട്ടം മുഴുവൻ ഒലിച്ചുപോയി. ഇന്ന് നമുക്ക് മുന്നിൽ ബാക്കിയാകുന്നത് അദ്ദേഹം ബാക്കി വെച്ച ചിരിയും ചിന്തകളും മാത്രമാണ്. ശ്രീനിവാസൻ മരിച്ചിട്ടില്ല. അദ്ദേഹം തൻ്റെ സിനിമകളിലൂടെയും അനിശ്ചിതമായ പരിഹാസത്തിലൂടെയും നമുക്കിടയിൽ ഇന്നും ജീവിക്കുന്നു. പക്ഷേ ആ കണ്ടനാട്ടിലെ വീട്ടിലെ ജനാലകൾ ഇന്നും തുറന്നു വച്ചിരിക്കുകയാണ്. ആ കയ്പുള്ള സത്യം വിളിച്ചു പറയുന്ന തൻ്റെ പ്രിയപ്പെട്ടവനെ കാത്ത്. എന്തു തന്നെയായാലും ശ്രീനിവാസൻ്റെ വിടവാങ്ങൽ വരുത്തിവെച്ച ആ വലിയ വിടവ് ആര് നികത്തും? നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യണേ, ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.